CPM-ൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണല്ലോ. ഇക്കാലം അത്രയും CPM നിലപാടെടുത്തിരുന്നത് പൊതുമേഖല. ഇപ്പോൾ ഇതാ ഉപാധികളില്ലാതെ സ്വകാര്യ നിക്ഷേപം ആകാം, അതും പൊതുമേഖലാ കമ്പനികൾ ലാഭകരമല്ലെങ്കിൽ വിറ്റഴിക്കാം. അപ്പോൾ KSRTC വിൽക്കുമോ? അതാണ് അതിൻ്റെ അർത്ഥം. KSRTC പ്രൈവറ്റൈസ് ചെയ്യാം, അതുപോലെ പൊതുമേഖല ലാഭത്തിലോടുന്നതും നഷ്ടത്തിലോടുന്നതും ഒക്കെ വേണമെങ്കിൽ വിറ്റഴിക്കാം, വിറ്റ് തുലയ്ക്കാമെന്നായിരുന്നു പണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കേന്ദ്ര ഗവൺമെൻറ്, വാജ്പേയി ഗവൺമെൻറ് കാലത്ത് അതിനൊരു മന്ത്രി തന്നെ ഉണ്ടായിരുന്നു, അരുൺ ഷൗരി പോലുള്ളവർ. അല്ല, അന്ന് അതിനെ ഏറ്റവും ശക്തമായി എതിർത്തുകൊണ്ടിരുന്ന പാർട്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അന്ന് ഇതിനെ അതിനിശ്ചിതമായി വിമർശിക്കുകയും എന്ന് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് വരെയും ഈ വിമർശനം തുടരുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് വിൽക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അതുവരെ അത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ അതായിരിക്കെ പാർട്ടിയിൽ പെട്ടെന്നൊരു നയവ്യതിയാനം. പെട്ടെന്നല്ല സാർ, എറണാകുളത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കം ഉരുവം കൊണ്ട് അല്ല, പാർട്ടിയിൽ ക്യാപിറ്റലിസം മുതലാളിത്ത പ്രണയം തുടങ്ങിയിട്ട് കുറച്ചായി. പാർട്ടി നേതാക്കൾ അപ്പോസ്തലൻ പിണറായിയാണ്. പിണറായിസത്തിലേക്ക് പാർട്ടി മാറിയപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, പിണറായി കേരളത്തിലെ പാർട്ടിയുടെ ഗോർബച്ചോവാണോ? പക്ഷേ ഗോർബച്ചോവിന് ഒരു ഇൻ്റലിജൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്ലാസ് നോസ്റ്റ് പെരിസ്ട്രോയിക്ക ഉണ്ടായിരുന്നു. അതുപോലൊരു പ്രയോഗം ഗോയിൻ ചെയ്യാനൊന്നും പിണറായിയുടെ പിന്നിൽ MV ഗോവിന്ദനും വിജയരാഘവനും ഉണ്ട്. ഈ ബുദ്ധിശാലികളായ. അതെ, MV ഗോവിന്ദനാണ് ഒരു പ്രഖ്യാപിത ബുദ്ധിജീവി. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഡയലറ്റിക്കൽ മെറ്റീരിയലിസത്തിൻ്റെ ഹാങ് ഓവറിൽ നിൽക്കുക. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഈ മാറ്റത്തിൻ്റെ ഓപ്പൺനെസ് പ്രതീക്ഷിക്കേണ്ട. ഇപ്പോഴും അദ്ദേഹം മാറ്റം പറയുന്നത് ബാഹ്യപ്രേരണയാലാണ്. ഈ സ്വകാര്യ സർവകലാശാല അത് കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിന് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടപ്പാക്കുന്നത്. ഇപ്പോൾ നിക്ഷേപ സംഗമം ഇവിടെ നടത്തിയല്ലോ. പണ്ട് ജിമ്മിനെ എതിർത്തവരാണ് ആന്റണി ഗവൺമെൻറ് കാലത്ത്, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്. അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടായില്ലെങ്കിലും ആ മീറ്റിന് അവർ ഓപ്പൺലി എതിരായിരുന്നു. വാജ്പേയി ഒരുപക്ഷെ കേരളത്തിൽ പങ്കെടുത്ത അവസാനത്തെ പൊതുചടങ്ങായിരുന്നു. അപ്പോൾ അന്ന് ജിമ്മിനെ എതിരെ പ്രക്ഷോഭം നടത്തുകയും സമര മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തവരാണ്. എന്തിന്? ശർമ്മയുടെ നേതൃത്വത്തിലല്ലേ നെടുമ്പാശ്ശേരി വിമാനത്താവളം. അതെ, ഞങ്ങളുടെയൊക്കെ ശബത്തിൽ ചവിട്ടിയെ അങ്ങോട്ട് ശർമ്മ പിന്നെ അതിൻ്റെ ചെയർമാൻ. അതെ. അപ്പോൾ അന്ന് മുതലേ പാർട്ടിയുടെ നയം മാറുന്നു എന്നാണ്. ഇപ്പോഴോ വന്നപ്പോഴോ മുതലാളിത്തം വിപ്ലവ പ്രവർത്തനം ഉപേക്ഷിച്ച് തീവ്ര മുതലാളിത്ത സ്വഭാവത്തിലേക്ക് പാർട്ടി പരിവർത്തനം ചെയ്തു. കൊല്ലം സമ്മേളനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് റവല്യൂഷണറി പാർട്ടിയല്ല, ഒരു ക്യാപിറ്റലിസ്റ്റ് പ്രണേതാക്കളുടെ കൂടാരമാണ്. അല്ല, അങ്ങനെയാണല്ലോ പാർട്ടി. പാർട്ടി അംഗീകരിച്ചില്ലെങ്കിൽ വിസിബിൾ ആണല്ലോ. ഇതിൽ നമുക്ക് പരാതിയൊന്നുമില്ല. ഇത് അവർ തുറന്ന് സമ്മതിച്ചാൽ മതി. സമ്മതിക്കുക, തുറന്നു കൊണ്ടുപോവുക. അല്ല, സാർ ഓർക്കുന്നില്ലേ, പണ്ട് ഒരുപാട് ഞാൻ സ്കൂളിലെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കണം ഈ KSRTCയെ 4-5 കമ്പനികളാക്കുക എന്നൊരു പ്രപ്പോസൽ വന്നത്. വലിയ പ്രശ്നം ഭരതനോ മറ്റോ ആയിരുന്നു അന്ന്, അല്ലേ? നേതാവ് ഓ ഭരതൻ. ഞാൻ സ്കൂളിൽ പഠിക്കുകയോ കോളേജ് പഠിക്കുമ്പോൾ പത്രത്തിൽ വായിച്ചറിയാം KSRTC 4-5 തമിഴ്നാട് മോഡൽ കമ്പനികളാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നല്ല പ്രപ്പോസൽ. ആരാണ്, ഏത് സർക്കാരിൻ്റെ കാലത്തെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്തായിരിക്കും. UDF കൊണ്ടുവരുമ്പോഴാണല്ലോ. അതെ, ബാലകൃഷ്ണപിള്ള മന്ത്രിയായിരുന്നിരിക്കാം. അങ്ങനെ ഒരു പ്രപ്പോസൽ വന്നു. അതിനുശേഷം എത്രയോ 10-25-30 വർഷം കഴിഞ്ഞു കാണും അല്ലേ? അതിനുശേഷം നോക്കുമ്പോൾ KSRTCക്ക് ശമ്പളം കൊടുക്കുന്നത് വാർത്തയാണ്. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ശമ്പളം കിട്ടിയാൽ പത്രത്തിലെ പ്രധാന വാർത്തയാവുന്ന തരത്തിലേക്ക് KSRTC മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപം വരികയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ആദ്യം വരേണ്ട സ്ഥാപനം KSRTC ആണ്. വൺ ഓഫ് ദ മെനി കമ്പനീസ് എന്ന് പറയുന്നത് KSRTC ആണ്. കാരണം KSRTC ആര് രക്ഷിക്കും? അത് വൈകുണ്ഠം പരമേശ്വരന് പോലും രക്ഷിക്കാൻ പറ്റില്ല എന്ന് പണ്ട് മലയാറ്റൂർ രാമകൃഷ്ണൻ ലേഖനം എഴുതി. അദ്ദേഹം MD ആയിരുന്ന സമയത്ത് പുറത്ത് വന്നപ്പോൾ എഴുതിയതാണ്. അപ്പം ആ ഒരവസ്ഥ KSRTC ഇതുപോലെ തീവ്ര നഷ്ടത്തിൽ പൊതുഖജനാവിൻ്റെ പണം കൊണ്ട് നടത്താൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. അതിനകത്ത് യൂണിയൻവൽക്കരണം, ബ്യൂറോക്രസി, കറപ്ഷൻ, പിന്നെ ജീവനക്കാരുടെ നിസ്സഹകരണം, ജനങ്ങളെ യാത്രക്കാരോട് പക പുലർത്തുന്ന തരത്തിൽ ബസ് സർവീസ് നടത്തുക. അപ്പോൾ ഈ തരത്തിൽ അത് നശിപ്പിച്ചാണ് ഘട്ടം ഘട്ടം. അപ്പോൾ KSEB ഉണ്ട്.
അങ്ങനെ വേറെ സ്ഥാപനങ്ങളുണ്ട്. KCB ഇപ്പം എനിക്ക് തോന്നുന്നു ഇടുക്കിയിൽ, പക്ഷേ KCB നഷ്ടത്തിലല്ല. നഷ്ടത്തിലാവാത്തത് എങ്ങനെ? ജനങ്ങളുടെ വെക്കിട്ട് കയറിയിട്ടാണ്. അതെ അതെ അതെ. ഓരോ ആഴ്ചയും നിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ. ഓരോ കാരണം പറഞ്ഞിട്ട്. അങ്ങനെയാണ് അവരുടെ കെടുകാര്യസ്ഥത, ശമ്പളം, പെൻഷൻ, സർക്കാർ പോലും അറിയാതെ ശമ്പളം കൂട്ടിയത് ഒക്കെ അവർ വകവെച്ച് കൊടുക്കുന്നത് ജനങ്ങളുടെ തലയിലേക്കാണ്. ഞാൻ ഓർക്കുന്നത് ഈ നമ്മുടെ ഇടുക്കിയിൽ മൂന്നാറിൽ വൈദ്യുതി വിതരണം നടത്തുന്നത് ടാറ്റയാണ്. പണ്ട് കേരളത്തിൽ പലയിടത്തും സ്വകാര്യ കമ്പനികളായിരുന്നു പണ്ട് വൈദ്യുതി വിതരണം നടത്തിയിരുന്നത് കേട്ടിട്ടുണ്ട്. അന്നൊക്കെ നിരക്ക് കുറവായിരുന്നു, ഈ കമ്പനികളൊക്കെ ലാഭമായിരുന്നു. ഇപ്പം ജനങ്ങളെ കുത്തിപ്പിഴിഞ്ഞ് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിൻ്റെ ഫ്യൂസ് ഊരും എന്ന് പറഞ്ഞ് നിരന്തരം റേറ്റ് കൂട്ടിയിട്ട് ആ സ്ഥാപനം ലാഭത്തിലാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അല്ല, അത് ടാറ്റയുടെ കാര്യം പറഞ്ഞു. കാർബറാണ്ടം കമ്പനി കക്കാട് പദ്ധതിയിലെ വൈദ്യുതി ഒരു ഘട്ടം കഴിയുമ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിക്ക് ഒരു നിശ്ചിത പീരീഡിലേക്കാണ് കൊടുത്തത്. ആ പീരീഡ് കഴിഞ്ഞ വർഷം കഴിഞ്ഞു. എന്നിട്ട് ഇനി അത് ഗവൺമെൻറ്റിന് ഏറ്റെടുക്കാമെന്നായിരുന്നു അന്നത്തെ എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഏറ്റെടുത്തില്ല. വളരെ നിശബ്ദമായി അത് നടത്തിയിരിക്കുന്ന തമിഴ്നാട്ടിലെ സ്വകാര്യ കമ്പനിക്ക് കൊടുത്തു. അതിൻ്റെ പിന്നിലുള്ള വലിയ കിക്ക് ബാക്ക് ആരോപണങ്ങളൊക്കെ വന്നു. ഇപ്പോൾ അത് UDF-ന് ഒരു പരാതിയില്ല. അപ്പോൾ UDF-നും പരാതി, രണ്ട് കൂട്ടരും അതെ. കാർബറാണ്ടം കമ്പനി ഇനിയും ഒരു 30 വർഷത്തേക്ക് ആ സ്വകാര്യ കമ്പനി ഉണ്ടായി. ദിവസം എത്രയോ ലക്ഷം രൂപയുടെ ഇൻകം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അവർക്ക് ആവശ്യമുള്ള കൊച്ചിയിലേക്ക് സ്ഥാപനത്തിനുള്ള വൈദ്യുതി മുഴുവൻ അവരുണ്ടാക്കും, അവിടെ നിന്ന് എടുക്കുന്നു. എന്നിട്ട് അത് ഓപ്പൺ ഗ്രിഡിലേക്ക് കൊടുക്കണം എന്നായിരുന്നു. ഗ്രിഡിലേക്ക് കൊടുക്കുന്നതും ഇപ്പോൾ അവർ മതിയാക്കി. അവർക്ക് ഇനി സ്വകാര്യമായിട്ട് വിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അവരിപ്പോൾ അത് അത്ര പ്രൈവറ്റ് കമ്പനിയെ സ്വകാര്യമായി വിൽക്കുന്നുണ്ട്. KSEBയുടെ ലൈൻസ് ഉപയോഗിക്കേണ്ടി വരത്തില്ലേ? വാടക കൊടുത്താൽ മതിയായിരിക്കും. മതി. കൊടുക്കുന്നതിൻ്റെ അതിന് ഫീസ് നിശ്ചയിക്കും. അതേസമയം കേരളം വൈദ്യുതി കമ്മി നികത്താൻ വേണ്ടി പുറത്തുനിന്ന് മേടിക്കുക. ഇപ്പോഴും അത് ഈ വേനൽക്കാലത്ത് തികയുന്നില്ല. 500 മെഗാവാട്ടിൻ്റെ കമ്മിയുണ്ട് കേരളം. അപ്പോൾ ആ നിലയ്ക്ക് പോകുമ്പോഴാണ് നമുക്ക് സ്വകാര്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കമ്പനി ഏറ്റെടുക്കാമെന്നിരിക്കെ അത് തിരിച്ച് അവർക്ക് സ്വകാര്യ കമ്പനിക്ക് ഈ പോളിസിയുടെ ഭാഗമാണ്. അതാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ അല്ല, ഓൾറെഡി അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് അവർ സ്വകാര്യ പ്രണയം തുടങ്ങിയത് ഒരു കൊല്ലം സമ്മേളനത്തിൻ്റെ തീരുമാനപ്രകാരമല്ല. ആ തീരുമാനത്തെ ഇപ്പോൾ വേണമെങ്കിൽ റാറ്റിഫൈ ചെയ്യുകയാണ്. അതാണ് അത് സമ്മേളനത്തിന് മുമ്പ് വെച്ച് പാർട്ടിയുടെ പുണ്യാഹം എടുക്കുകയാണ്. അണികളൊന്നും ഇനി നാളെ ഇതിനെതിരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇത് പാർട്ടി തീരുമാനമാണ്. പാർട്ടി ഒരു കാര്യം തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വിമർശനമൊക്കെ അവിടെ പറയാം. ഇനി തീരുമാനമാണ് 3 വർഷത്തേക്ക് മിണ്ടരുതെന്നാണ്. അതെ. അപ്പോൾ CPM-ന് ഇതുവരെ ഉയർത്തിപ്പിടിച്ച കുന്തമുന ഒന്ന് മോദി സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ ഒരു ഫാസിസ്റ്റ് സർക്കാരാണെന്നുള്ളത് ആ കുന്തം മടക്കി. ഇപ്പോൾ രാജ്യത്തെ വിറ്റുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ് സർക്കാരാണ് എന്നുള്ള ആ കുന്തമുനയും മടക്കുകയാണ്. അതെ. സ്വകാര്യ സർവകലാശാല അതിൽ വിദേശ നിക്ഷേപം അടക്കം സ്വീകാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ് നയമെല്ലാം പ്രഖ്യാപിച്ചു. അതിനകത്തുള്ള മറ്റ് പൊതു മാനദണ്ഡങ്ങളിലൊക്കെ ക്ലാരിറ്റി ഇനിയും വരാനിരിക്കെ ആകെ ഇതിനകം വന്നത് ഒരേ ഒരു സ്ഥാപനമാണ്. അത് മലബാറിലുള്ള ഒരു മതസ്ഥാപനമാണ്. അതെ. അത് മാത്രമല്ല, നമ്മൾ കാന്തപുരത്തിൻ്റെ സ്ഥാപനം. അതെ, ബിറ്റ്സ് പിലാനി വരുമെന്ന് വിചാരിച്ചു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അല്ലെങ്കിൽ കാന്തപുരത്തിന് സർവകലാശാല തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കുമോ നയം മാറ്റിയത്? ഒരുപക്ഷെ അവർ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. ഇനി എന്താണ് വരാൻ? ഇനി ആർക്കാണ് താല്പര്യം? ആർക്കാണ് കേരളത്തിൽ ഇങ്ങനെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ താല്പര്യം? വിദേശ വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നാണ് ബാലഗോപാലിൻ്റെ ബജറ്റ് പറയുന്നത്. അല്ല, വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്നത് പഠനത്തിന് മാത്രമല്ല, തൊഴിൽ. അവിടെ അതിനുശേഷം ഒരു PR എടുത്ത് അവിടെ താമസിക്കാനാണ് പോകുന്നത്. പിന്നെ സുഖകരമായ ജീവിത സാഹചര്യം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ബെറ്റർ ആയതുകൊണ്ടും തൊഴിലവസരമുള്ളതുകൊണ്ടും ആണ് വിദേശത്ത് പഠിക്കാൻ കൂടുതൽ കുട്ടികൾ പോകുന്നത്. ഇവിടെ അതിനുള്ള സാഹചര്യം കൂടെ ഗവൺമെൻറ് ഉണ്ടാക്കണം. പഠിച്ചിറങ്ങുന്നവർക്ക് പണിയും കൂടെ കിട്ടണ്ടേ? അതാണ് പ്രധാനം. പിന്നെ പാർട്ടിയിൽ ഈ നയം മാറ്റം പുതിയതല്ലെന്ന് നമ്മൾ പറഞ്ഞു. പാർട്ടി എത്രയോ കാലമായിട്ട് സ്വന്തം കാര്യം സ്വകാര്യമാണ്. നേതാക്കളുടെ മക്കളെല്ലാം സ്വകാര്യ സർവകലാശാലകൾ പഠിക്കുന്നത്. സ്വാശ്രയം. പുഷ്പൻ വെടികൊണ്ട് കിടക്കുമ്പോൾ പിണറായിയുടെ മകള് സ്വകാര്യ കോളേജിൽ പഠിക്കുകയാണ്. മറ്റേ കൂത്തുപറമ്പ് വെടിവെപ്പ്. അതായത് പറഞ്ഞ പുഷ്പൻ വെടികൊണ്ട് കിടക്കുമ്പോൾ പുഷ്പനും മരിച്ചു. അതെ. അപ്പം ഇത് പാർട്ടി അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നതാണ്. അവർക്ക് വിമർശനം ഇപ്പോൾ പുല്ലാണ്. അതെ. ആ അർത്ഥത്തിൽ അവരിത് സ്വകാര്യവൽക്കരണം പൂർത്തിയാക്കുകയാണ്. ഇപ്പോൾ ഇനി ഇന്ത്യയിൽ ഫാസിസവുമില്ല,
ആകെ ഫാസിസം ഇനി ഉണ്ടെന്ന് അന്വേഷിച്ച് ചെന്നാൽ അവസാനം അവർ പാർട്ടിക്കകത്ത് തന്നെയാണ് ഫാസിസം എന്ന് പറയുന്ന ഒരു കാലവും വരും. ഈ അനധിവിദൂര ഭാവിയിൽ ഒരാൾ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പോയാൽ കുറേ കഴിയുമ്പോൾ സഖാവ് പിണറായിജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്ന്. അല്ല, അത് ഒരു കാര്യം പറയാൻ മറന്നു. ഇപ്പോൾ അവർക്ക് തീവ്ര ഹിന്ദുത്വം എന്നോ വാക്ക് പ്രയോഗിക്കുന്നില്ല. ഹിന്ദുവൽക്കരണമായി കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലെ തിരിച്ചടിയോടുകൂടി അവർ ഇനി പതുക്കെ കൊല്ലം സമ്മേളനത്തിൽ അതിൻ്റെ സൂചനയുണ്ട്. പാർട്ടി ഒരു ഹിന്ദുവൽക്കരണ പാതയിലേക്ക് പോവുകയാണ്. തീർച്ചയായിട്ടും അടുത്ത പിന്നെ സെക്രട്ടറിയായിട്ട്, സംസ്ഥാന സെക്രട്ടറിയായിട്ട് നിങ്ങൾ നോക്കിക്കോ, വരുന്ന ഒരാൾ ഇപ്പോൾ PN വാസവൻ്റെ പേരാണ് ഇപ്പോൾ അവസാനം. ഗോവിന്ദൻ മാറുമോ? മാറേണ്ടി വന്നാൽ വാസവൻ മാറില്ലെന്ന് പറഞ്ഞുകൂടാ. ഗോവിന്ദൻ മാറില്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം പാർട്ടിക്ക് പിടിച്ചു നിൽക്കണം. പാർട്ടിയിൽ നിന്ന് അതിഭയങ്കരമായ ഹിന്ദു വോട്ട് ചോർച്ചയുണ്ട്. കണ്ണൂർ ലോബിയുടെ അതിപ്രസരം പറയുന്നു. ഇന്നലെ പറഞ്ഞല്ലോ, എല്ലാ പദവികളിലും ഒരു ജില്ലക്കാർ വരുന്നു. അപ്പോൾ കോട്ടയത്ത് നിന്ന് വാസവൻ എന്ന് പറയുന്നത് വാസവൻ ഒരു പരിഗണനയിലുള്ള, ഇന്നലെ ചില പത്രങ്ങൾ അത് സ്കൂപ്പ് ചെയ്തിരുന്നു. അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങൾ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഭയക്കേണ്ടത് BJP ആണ്. അവരുടെ ഹിന്ദുത്വക്കാരുടെ ഇവർ തട്ടിക്കൊണ്ടുപോകാം. പക്ഷേ വേറെ കാര്യമുണ്ട്. ഇന്നലെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ കണ്ടു. മലബാറിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയായിട്ട് CPM-ൻ്റെ പ്രാദേശിക നേതാവ് വന്നു. അദ്ദേഹം ചെയർമാനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ ആ ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്ന് നടത്തി. എന്നിട്ട് അവിടെ ദഫ്മുട്ട് നടത്തി. അങ്ങനത്തെ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ അത് അതിഭീകരമായ തിരിച്ചടി ഉണ്ടാക്കും. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് വേറൊരു സബ്ജക്റ്റാണ് ചർച്ചയ്ക്ക്, അത് വരുമ്പോൾ പറയാം. ദുബായിൽ കഴിഞ്ഞ ദിവസം അബുദാബിയിലെ ക്ഷേത്രത്തിൽ ഇഫ്താർ വിരുന്നിന് അവിടുത്തെ ഷെയ്ഖ് നേരിട്ട് പരിവാര സമേതം ചെന്നു. അവരൊരു പകൽ മുഴുവനും അവിടെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് ഇഫ്താർ വിരുന്നൊരുക്കി പിരിഞ്ഞു. ക്ഷേത്രഭാരവാഹിയിട്ട് അത് സ്വീകരിച്ചു. ആ മത സൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ മാതൃക സൗദി അറേബ്യയിൽ കൊണ്ടുവന്നു. അപ്പോൾ അത് കേരളത്തിൽ എന്നിട്ട് ഇന്ത്യയിലെ മതസഹിഷ്ണുതയെക്കുറിച്ചും ഇവിടുത്തെ ഹിന്ദു പ്രസ്ഥാനത്തിൻ്റെ വിശാലമായ വീക്ഷണത്തെക്കുറിച്ചും ഷെയ്ഖ് പ്രസംഗിച്ചു. അങ്ങനെ ഒരു ന്യൂസ് ഇന്നലെ വന്നിട്ടുണ്ട്. നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ല. വരില്ല. ഏതായാലും CPIM പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ലെവലിലേക്ക് മാറുകയാണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അതെ, CPM പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. നല്ല പ്രയോഗമാണ്. ഞാനിപ്പോൾ ഓർക്കുന്നത് സാറിൻ്റെ ഒരു വിഖ്യാതമായ ലേഖനം കലാകൗമുദിൽ എഴുതി. ഞാൻ എപ്പോഴും സാറിൻ്റെ കടമ്പ് പറയും. ആ ലേഖനത്തിൻ്റെ തലക്കെട്ട്, അതായത് നമ്മുടെ ഹിന്ദുസ്ഥാൻ ലിവർ മോഡേൺ ബ്രെഡ് വിൽക്കാൻ തീരുമാനിച്ചു. ഇടപ്പള്ളി നമ്മുടെ പഴയ മോഡേൺ ബ്രെഡ് ഉണ്ടല്ലോ, ഈ കടലാസ് കൊണ്ട് ഈ വാക്സ് കോട്ടിംഗ് ഉള്ള പേപ്പറിൽ കുറേ ചതുരക്കട്ടികളൊക്കെ ഉള്ള മോഡേൺ ബ്രെഡ്, അത് വിൽക്കാൻ തീരുമാനിച്ചപ്പോൾ AIYF എന്ന് പറയുന്ന CPI ഇന്നിപ്പോൾ കാണാനില്ലാത്ത സംഘടനയാണ്. ആളില്ലാ യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പോലെ ആയി. ജയിലല്ലെങ്കിൽ തൊഴിലല്ലെങ്കിൽ ജയിൽ എന്നൊക്കെ പറഞ്ഞ് ഒരു കാലത്ത് ഈ DYFAക്കാളൊക്കെ തന്നെ ആവേശോജ്വലമായ സമരങ്ങളൊക്കെ മുന്നോട്ട് നയിച്ച ഒരു പ്രസ്ഥാനം നിർഭാഗ്യവശാൽ ഏതാണ്ട് ഇല്ലാണ്ടായി എന്ന് പറയാം. അവർ കേൾക്കുന്നവർക്ക് വിഷമം തോന്നേണ്ട, സത്യമാണ് പറയുന്നത്. അവരൊരു സമരം നടത്തിയപ്പോൾ കലാകൗമുദിൽ സാർ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. തിരമാലകളോട് പൊരുതിയ പഞ്ചസാര പ്രതിമകൾ. ശരിയാണ്, തിരമാലകളോട് പൊരുതാൻ പോയ പഞ്ചസാര പ്രതിമയുടെ കഥയാണ് ഓർമ്മ വരുന്നത്. അതെ. അല്ല, അതിനപ്പോൾ ഈ പഞ്ചസാര പ്രതിമ എന്ന് പറഞ്ഞപ്പോൾ ഈ CPIയുടെ യൂത്തന്മാരോടുള്ള ഒരു സ്നേഹം ഉണ്ടായിരുന്നു. പഞ്ചസാരയല്ലേ, അലിഞ്ഞു പോകുന്നുമുണ്ട്, ഇല്ലാതാകും, പക്ഷെ ഒരു സ്നേഹമുണ്ട്. പഞ്ചസാരയാണ്, നീ എൻ്റെ പഞ്ചാരയാണ് എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ. ഏതായാലും CPM, ഞാനിപ്പോൾ ആലോചിക്കുന്നത് CPM സ്വകാര്യവൽക്കരണം നടത്തട്ടെ. അതെ, തീർച്ചയായിട്ടും. ഈ സ്വകാര്യം എന്ന് പറയുന്ന ഒരു ചതുർത്ഥിയല്ല. ലോകം മുഴുവൻ സർക്കാരിൻ്റെ ജോലി കച്ചവടം നടത്തലല്ലേ. അത് വലിയൊരു വിഷയമാണ്, നമ്മൾ പറയേണ്ട ഒരു വിഷയമാണ്. ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രോഗം എന്താണ്? ഇവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു സംസ്ഥാനത്തിന് ഭാവിയുണ്ടോ? സാമ്പത്തികമായി നിലനിൽപ്പുണ്ടോ? അപ്പോൾ ഇവിടെ കാർ നിർമ്മിക്കുകയും ഇവിടെ വൻകിട വ്യവസായം വരികയും ഒക്കെ ചെയ്താലല്ലേ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൻ്റെ മൂല്യമനുസരിച്ചുള്ള വരുമാനം ഗവൺമെൻറ്റിന് കിട്ടും, ജനങ്ങൾക്ക് തൊഴിൽ കിട്ടും, ഇവിടെ സാമ്പത്തിക വിനിമയക്രമം നടക്കും. തമിഴ്നാടിൻ്റെ പ്രോഗ്രസ് നോക്കുക. തമിഴ്നാട് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, തമിഴ്നാട്ടിൽ സാംസങ്ങിൻ്റെ ഒരു വലിയ ഫാക്ടറി ഉണ്ട്. അത് പൂട്ടിക്കാൻ വേണ്ടി CIT സമരം നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. സ്റ്റാലിൻ ഇടപെട്ടിട്ടുണ്ട്. സ്റ്റാലിൻ പറഞ്ഞു പരിപാടി നടക്കില്ല,
കമ്പനി തുറക്കണം എന്ന് പറഞ്ഞു. കമ്പനി ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഇനി സമരമായിട്ട് വന്നാൽ കൈകാര്യം ചെയ്യുമെന്ന് സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അതിപ്പോൾ മുന്നണിയാണെന്നൊന്നും ഓർക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിണറായി ഇടപെടും. തമിഴ്നാട്ടിൽ ഇനി സമരം വേണ്ടെന്ന് പറയും. പാർട്ടിയുടെ നയവും ഇപ്പോൾ ഇങ്ങനെയാണ്. ഏതായാലും ഞാൻ കേരളത്തിലെ KSRTC ജീവനക്കാർക്ക് ഒരു നല്ല കാലം വരുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷം. തീർച്ചയായിട്ടും KSRTC വിക്കട്ടെ. KSRTC ഓരോ മേഖല നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ബസ്സുകൾ തൊഴിലാളികൾക്ക് കൊടുക്കട്ടെ. തൊഴിലാളികൾക്ക് കോഓപ്പറേറ്റീവോ ഇല്ലേ വേറെ എന്തെങ്കിലും ന്യായം പറഞ്ഞത് ഏറ്റെടുത്ത് നടത്തട്ടെ. കമ്പനി കൊച്ചു കൊച്ചു കമ്പനികളാക്കി ഓരോ മേഖല. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി തമിഴ് അരശാങ്ക പോക്കുവരത്ത് എന്നൊക്കെ അതെ 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 പറഞ്ഞു. അതെ അതെ അവർക്ക് 1-ാം തീയതി ശമ്പളം കിട്ടുമല്ലോ. എന്തൊരു അപമാനകരമാണ്. KSRTC ജീവനക്കാർക്ക് ഈ മാസം ശമ്പളം കിട്ടും എന്ന് വാർത്ത വരുന്നു. ഒരു പെണ്ണ് കിട്ടുമോ KSRTCക്കാർക്ക്? ഇന്നത്തെ നിലയിൽ ബുദ്ധിമുട്ടാണ് അത്. ഏതായാലും പിണറായിക്ക് കാര്യങ്ങൾ മനസ്സിലായി. CPM മാറുകയാണ്. CPM മാറട്ടെ. CPM ഈ ചുവടുമാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.